എംബാർസി കുണ്ടൻ എംബാർസി ഗ്യാങ് അല്ല, കുണ്ടൻ ഗ്യാങ്ങിലെ പുതിയ വാർത്തകൾ. ഇന്നലെ തൊപ്പി ഒരു ബോംബിട്ടു. എന്തോന്നാണ് ഇത് ചൊവ്വും നിരപ്പുള്ള ഒന്നും ഇല്ലോടെ ഇതിനകത്ത്. എല്ലാ അറിവിഴകളാണല്ലോടെ. കൂടെ നിന്ന് ഡിക്കിയിലടിക്കുന്ന കുറച്ചവന്മാരും ആ ഡിക്കിയിലടിച്ചവന്മാരുടെ റോക്കറ്റ് വിക്ഷേപണം വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വേറൊരുത്തരും. ഇക്കൂട്ടത്തിൽ ചൊവ്വും നിരപ്പുള്ള ഒരെണ്ണം പോലും ഇല്ലല്ലോടെ ഇത്. കാര്യം എന്തും ആയിക്കോട്ടെ, അവന്മാർ തന്തയിലാതരം കാണിച്ചു, ഓക്കെ. പക്ഷേ ഒരു റോക്കറ്റ് വിക്ഷേപണമൊക്കെ വീഡിയോ എടുത്ത് ഇതുപോലെ പബ്ലിക് ഒരു പ്ലാറ്റ്ഫോമിൽ, ഓക്കെ, അതൊരു സീരിയസ് ഇഷ്യൂ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഇവൻ്റെ ഈ ലൈവ് കാണുന്നത്, ഈ തൊപ്പിയുടെ ലൈവ് കാണുന്നതിൽ ഒത്തിരി പിള്ളേരുണ്ട്, ഫാമിലികളുണ്ടെന്നാണ് ഇവൻ പറയുന്നത്. അങ്ങനെ ഇവൻ തന്നെ പറയുമ്പോൾ സാഹചര്യത്തിൽ ഇങ്ങനൊരു റോക്കറ്റ് വിക്ഷേപണ വീഡിയോ എടുത്ത് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ, ഓക്കെ, അത് ആളെ തിരിച്ചറിയാൻ പറ്റാത്ത പാവത്തിലാണെങ്കിൽ കൂടിയും ആ കാണിച്ചു വരുമാതിരി തന്തയില്ലാത്തരം തന്നെയാണ്. അതൊരു അതിനകത്ത് ഇവനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ച് മറ്റവന്മാർ പുണ്യാളന്മാരാണെന്നും പറയാൻ പറ്റത്തില്ല. ഇവൻ പറയുന്നത് വെച്ച് നമുക്കറിയത്തില്ല. ഇപ്പോഴും ഇവൻ പറയുന്നത് വെച്ച് ഇത് രണ്ടുപേരുടെ ഭാഗത്ത് പ്രശ്നമുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം മറ്റവന്മാർ ഉദ്ദേശിച്ച ഫണ്ട് അവന്മാർക്ക് ഒരു സമയം കഴിഞ്ഞപ്പോൾ കിട്ടിയില്ല. ഇവനാണെങ്കിൽ അവർക്ക് ഒരുപാട് ഫെയിം കൊടുത്തു എന്ന് ഇവൻ പറയുന്നു. പിന്നെ ഈ ഫണ്ട് പോയ വഴിയെ പറ്റി ഇവൻ പറയുന്നതിനകത്തും പകുതി ഒരു ക്ലാരിറ്റി ഇല്ല. പിന്നെ ഇവൻ ഗൂഗിൾ പേയുടെ കുറേ ഇങ്ങനെ സ്ക്രീൻഷോട്ടുകൾ കാണിക്കുന്നുണ്ട്. ആ കാണിക്കുന്നതിനകത്ത് എനിക്ക് തോന്നുന്നത് മാന്യമായിട്ടുള്ള തുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമുള്ളൂ. ബാക്കി 50, 100, 10, 50, 70 അങ്ങനെയാണ്. അപ്പോൾ ഇവന്മാരതായിരിക്കല്ല പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇവന്മാരെ പ്രതീക്ഷിക്കുന്ന മാസം മന്ത്ലി ഒരു തുകയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ ശക്തനായിട്ട് നിൽക്കുന്ന ഒരുത്തിനെതിരെ ബാക്കിയുള്ളവന്മാരെല്ലാം കൂടി അങ്ങ് വട്ടം കൂടി പ്ലാനിങ് തുടങ്ങി. ഓക്കെ, ഇവൻ ഈ തൊപ്പി എന്ന് പറയുന്നൊരു പൊട്ടനല്ലല്ലോ, മറ്റേ മുട്ടത്തോടിന് വിജാഗിരി വെക്കുന്ന ഇനമാണല്ലോ. അതുകൊണ്ട് അവൻ ഇവന്മാരുടെ റോക്കറ്റ് വിക്ഷേപണവും ബാക്കി കാര്യങ്ങളൊക്കെ പണ്ട് തന്നെ മിക്കവാറും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഒരു സേഫ്റ്റിക്ക്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് പൊളിയുമെന്ന് അവന് തന്നെ ധാരണ കാണുമായിരുന്നായിരിക്കും. എന്തായാലും ഞാൻ ശരിക്കും പറഞ്ഞു, ഇവൻ്റെ ഈ ലൈവ് കാണുന്നതോടെ എനിക്ക് പറയാനുള്ളത്, ഇമാതിരി കുണച്ച കൂതറകളുടെ ഈ സാധനം ഇരുന്ന് കാണുന്നത് ഒരു ടൈം കഴിയുമ്പോൾ നമുക്കിത് മനസ്സിലാക്കട്ടെ. എനിക്കൊരു ടൈം ഇത് മനസ്സിലായപ്പോൾ ഞാനത് ഫോളോ ചെയ്ത് നിർത്തിയായിരുന്നു ഞാൻ. പിന്നെ ഈ വിഷയം തുടങ്ങിയപ്പോൾ അവയുടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാരണം ഈ ഫെയിം കിട്ടാനും റിച്ച് കിട്ടാനും എന്ത് തറ പരിപാടിയും കാണിക്കുന്നവന്മാരാണെന്നുള്ളത് ഈ കുറച്ച് നാളുകൾ കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാണേലും ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇപ്പം സോഷ്യൽ മീഡിയ റോക്കറ്റ് വിക്ഷേപണവും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പുകഞ്ഞോടി നല്ല എരുതി പുകച്ച് നടന്ന സമയമാണ്. നമുക്ക് നോക്കാം. ഇപ്പം എന്നാണെങ്കിലും തൊപ്പി ഒരു ബോംബിട്ടു. ഇനി ഇന്ന് രാത്രി ഷമീർ തന്നെ ഇടുന്നത്. ഓക്കെ, ഷമീർ ജീവനോടെ ഉണ്ട്. മീൻസ് ഇങ്ങനെയൊക്കെ ഒരു സാധനം വരുമ്പോൾ അല്പമെങ്കിലും ഇതുള്ളവന്മാരാണെങ്കിൽ കേസിന് പോകുന്നതല്ലല്ലോ, പ്രതികരിക്കും. അത് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. ഇനി ഈ സാധനം പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഉമാർ വല്ല ബുദ്ധിവശം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ തൊപ്പി എന്ന് പറയുന്ന മഹാൻ ഊള, അങ്ങനെ തന്നെ പറയാം അല്ലേ, ഈ ഊള തൂങ്ങുന്ന കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. കാരണം അത് ഇവന്മാരത് ചെയ്യുമോ എനിക്ക് അറിയില്ല കേട്ടോ, പറയാൻ പറ്റിയില്ല. ഇപ്പം എന്നാലും നമുക്കും ഓക്കെ, ബാക്കിയുള്ള പോലെ നമുക്കും വെയിറ്റ് ചെയ്ത് നോക്കാം ഇനി എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളത്. കൂടുതൽ റോക്കറ്റ് വിക്ഷേപണങ്ങളുടെ വീഡിയോ വരുമോ, അതോ ഇനി വേറെ വല്ല വിക്ഷേപണത്തിൻ്റെ വീഡിയോ വരുമോ? ഇനി ഈ മഹാൻ ഇന്നലെ പറയാതെ കേട്ടു, അവൻ്റെ ലൗറുമായിട്ട് റൂമിൽ ഇരുന്നപ്പോൾ അങ്ങനെ സംശയമുണ്ടെന്ന്. ഇനി എന്തൊക്കെ വരാൻ പോകുന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം എന്താണേലും.